ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് റോയൽ എൻഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ടിപ്പാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ കാര്യത്തിലോട്ട് പോകാം. നമ്മുടെ റോയൽ എൻഫീൽഡ് വണ്ടികളുടെ റിയർ ബ്രേക്ക് ഷൂ വരുന്ന മോഡൽ വണ്ടികളുടെ ടയർ അഴിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അഴിക്കാൻ മാത്രമല്ല, അഴിക്കാനും തിരിച്ച് ഫിറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ് ബ്രേക്ക് ഷൂ വരുന്ന മോഡൽ വണ്ടികളുടേത്. ഇത് ഒട്ടുമിക്ക എല്ലാ ടെക്നീഷ്യന്മാരും ടയർ പഞ്ചർ ഒട്ടിക്കുന്ന കടക്കാരും തന്നെ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ടയർ നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ അഴിക്കേണ്ട അവസ്ഥ വരുന്നത് ടയർ പഞ്ചറാകുമ്പോഴാണ്. അതായത് പെട്ടെന്ന് എവിടെയെങ്കിലും ഓടുന്ന വഴിക്ക് ടയർ പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള എവിടെയെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോയി ടയർ അഴിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അനുഭവം ഉണ്ടാകും, റോയൽ എൻഫീൽഡിൻ്റെ ഡിസ്ക് മോഡൽ വരുന്ന വണ്ടികളുടെ ടയർ ഒട്ടുമിക്ക ടയർ പഞ്ചർ ഷോപ്പുകളിലും അഴിക്കാറില്ല എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, പഴയ മോഡൽ വണ്ടികൾ പണിയുന്ന ലോക്കൽ വർക്ക്ഷോപ്പുകാരോ അല്ലെങ്കിൽ പുറമേയുള്ള മറ്റ് വണ്ടികൾ പണിയുന്ന ലോക്കൽ വർക്ക്ഷോപ്പുകാരോ ഇതിൻ്റെ ടയർ അങ്ങനെ അഴിക്കാറില്ല എന്നുള്ളത്. അതായത് ഡിസ്ക് വരുന്ന മോഡൽ വണ്ടികളുടെ ടയർ റോയൽ എൻഫീൽഡിൻ്റെ ബ്രേക്ക് ഷൂ വരുന്ന മോഡൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ പ്രയാസമാണ്. കാരണം ഇത് സ്ഥിരം ചെയ്യാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വളരെ പാടുള്ളൊരു ജോലിയാണ്. നിങ്ങളുടെ വണ്ടി ടയർ പഞ്ചറോ മറ്റോ ആയ അടുത്തുള്ള ഷോപ്പിൽ കൊണ്ടു ചെല്ലുന്ന സമയത്ത് അവർ ഇതിൻ്റെ ടയർ അഴിക്കില്ല എന്നുണ്ടെങ്കിൽ അവർ പറയും, നമ്മളിതിൻ്റെ ടയർ അങ്ങനെ ഊരാറില്ല, ഷോറൂമിൽ നിന്നോ മറ്റോ ആളെ കൊണ്ടുവന്ന് ഇത് ചെയ്യേണ്ടി വരും. ഞാൻ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പഞ്ചർ ഷോപ്പുകളിൽ പോയി ടയർ ഊരി തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ സർവീസ് ഓൺ വീൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ചില ആൾക്കാരുണ്ട്, വണ്ടിയുടെ ടയർ ഒന്ന് ഇളക്കി നോക്കാമെന്ന് പറഞ്ഞ് ആദ്യമേ തന്നെ വണ്ടിയുടെ ടയർ കയറി അഴിക്കുകയും പിന്നീട് അത് തിരിച്ചിടാൻ സാധിക്കാത്തൊരു അവസ്ഥയിലേക്കുമാണ് പോകുന്നത്. അഴിക്കാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ സാധിക്കും, എന്നാൽ തിരിച്ചിടുന്ന സമയത്താണ് ഇതിൻ്റെ റിസ്ക് എന്തുമാത്രമാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ടെക്നീഷ്യന് ഇത് വളരെ എളുപ്പമുള്ള ഒരു ജോലിയാണ്. പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ഏറ്റവും പാടുള്ള ഒരു ജോലിയുമാണ്. മറ്റൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്, ടയർ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാതെ, നമ്മുടെ കാലിപ്പറിനകത്ത് ബ്രേക്ക് പാഡ് കറക്റ്റായിട്ട് ലോക്ക് ചെയ്യാതെ കാലിപ്പർ മൊത്തത്തിൽ, അതായത് ടയർ മൊത്തത്തിൽ ജാമായി പോകുന്ന ഒരു അവസ്ഥയും വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നങ്ങളിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇതിൻ്റെ ടയർ ഇളക്കാൻ അറിയാമോ, അതേ മുമ്പ് ഇളക്കിയിട്ടുണ്ടോ, തിരിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് കറക്റ്റ് അവരുടെ അടുത്ത് ചോദിക്കുക. എന്നിട്ട് മാത്രം വണ്ടിയുടെ ടയർ ഇളക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ ഇരട്ടി പണിയാകുന്നതാണ്. ഡിസ്ക് വരുന്ന മോഡൽ വണ്ടികളുടെ ടയർ അഴിച്ച് തിരിച്ച് ഫിക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ 2 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഉണ്ടെങ്കിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.